നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ബോധക്ഷയം അല്ലെങ്കിൽ താൽക്കാലികമായി ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് സിൻകോപ്പി. ഏത് പ്രായത്തിലും ഇത് സംഭവിക്കാം. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് സിൻകോപ്പിയെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി ആൻഡ് ഇലക്ട്രോഫിസിയോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വിവേക് പിള്ള ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ സിൻകോപ്പി എന്നത് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സിൻകോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ? ഈ ബാലൻസ് നഷ്ടമാവുക എന്ന ഒരു അവസ്ഥ സാധാരണയായിട്ട് നമ്മൾ പലരിലും കാണാറുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് സിൻകോപ്പി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സിൻകോപ്പി വെറും ബാലൻസ് നഷ്ടപ്പെടുന്നതല്ല. ഇത് ബാലൻസ് നഷ്ടപ്പെടുന്നത് ചെവിയിലോ വെസ്റ്റിബുലർ അപ്പാരറ്റസ്, ബാലൻസ് നിയന്ത്രിക്കുന്ന അപ്പാരറ്റസിൽ തകരാറുള്ളതുണ്ടാവാം. അപ്പൊ അതില് രോഗിയോ പേഴ്സൺ അനുഭവിക്കുന്നത് തലക്കറക്കം, അത്രേ ഉള്ളൂ. തലക്കറങ്ങും. അങ്ങനെ അതിന് അഡ്വാൻസ്ഡ് ആയിട്ട് വേറെ ഒന്നും അവർ അനുഭവിക്കാറില്ല. യൂഷ്വലി ചെവിയിൽ ഒരു ടിനിറ്റസ്, ഒരു റിംഗിങ് സെൻസേഷൻ കേൾക്കില്ല, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ സിൻകോപ്പി അങ്ങനെയല്ല. സിൻകോപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ കാരണം തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുക, പിന്നെ അത് വെച്ചിട്ട് കണ്ണിൽ ഇരുട്ട് കയറുക, ബോധം നഷ്ടപ്പെടുക, അബോധാവസ്ഥയിൽ എത്തുക, കുഴഞ്ഞു വീഴുക. അപ്പൊ ഇത് ചിലപ്പോ ഒരു ഇച്ചിരി സെക്കൻഡുകളാവാം, അല്ലെങ്കിൽ കൂടി കുറെ മിനിറ്റുകൾ വരാം. അപ്പൊ ഇതിന്റെ ഈ സിംറ്റംസ് ബേസിക്കലി ഡിഫറെന്റ് ആണ്. വെറും തലക്കറക്കമല്ല, കുഴഞ്ഞു വീഴല്, നിപ്പില് കുഴഞ്ഞു വീഴല്, കണ്ണിലിരുട്ട് വരല്, ആൻഡ് ഓഫ് കോഴ്സ് അബോധാവസ്ഥയിൽ എത്തിച്ചേർന്നതാണ് സിൻകോപ്പിയുടെ ഒരു മെയിൻ ഡെഫിനിഷൻ. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റം വരുമ്പോഴാണ് ഈ സിൻകോപ്പി എന്നൊരവസ്ഥ ഉണ്ടാകുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതില് നമ്മുടെ കാർഡിയാക് ഫിസിയോളജിയും നെർവസ് ഫിസിയോളജിയും നെർവ്സിന്റെ തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പോ പക്വത ഇല്ലാത്ത ഒരു സിസ്റ്റത്തിന്, ഫോർ എക്സാമ്പിൾ വളരെ യങ് ഏജിലോ ചെറിയ പിള്ളേരിലോ സ്കൂൾ ഗോയിങ് പിള്ളേരിലോ ഒത്തിരി പ്രായമുള്ള ആൾക്കാരുടെ ഈ നെർവസ് സിസ്റ്റം കാർഡിയാക് സിസ്റ്റം തമ്മിലുള്ള ഇന്ററാക്ഷൻ തകരാറാവാം, അല്ലെങ്കിൽ അത്രത്തോളം മെച്ചപ്പെടണമെന്ന് പക്വത മെച്യൂർഡായി കാണില്ല. അപ്പോ അതുകൊണ്ടാവാം. അതാണ് മെയിൻ ഇതിന്റെ കാരണം. ബട്ട് ദ മെയിൻ തിങ് ഇസ് തലച്ചോറിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി വെച്ചിട്ട് നമ്മുടെ ബ്ലഡ് എല്ലാം താഴെ നമ്മുടെ സിരകളിൽ വെയിൻസിലേക്കാണ് അത് പൂൾ ചെയ്യണത്. പക്ഷെ ഒരു ഹെൽത്തി പേഴ്സൺ, ഒരു സ്വസ്ഥമായുള്ള ഒരു ഇൻഡിവിജ്വലിന് ആ കാലിന്റെ മസിൽ പമ്പ് കൊണ്ട് ആ വെയിൻസിന്ന് ബ്ലഡ് തിരിച്ച് തലച്ചോറിലേക്കും മറ്റേ വൈറ്റൽ ഓർഗൻസിലേക്കും കയറ്റാൻ. സിൻകോപ്പി അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സിസ്റ്റം, ഈ മസിൽ പമ്പ് ചിലപ്പോ കേടാവാം. അതിന്റെ വേറെ നെർവസ് സിസ്റ്റം ഈ സിഗ്നൽ കണ്ടുപിടിച്ചിട്ട് ബ്ലഡ് സപ്ലൈ താഴെ ഉണ്ട്, മുകളിലില്ല, അതുകൊണ്ട് അതിനോട് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോൺസ് കൊടുക്കാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. പിന്നെ ഡീഹൈഡ്രേഷൻ, അത്യാവശ്യം വെള്ളം കുടിക്കാത്തവര്, പിന്നെ ECGയില് താളയിടിപ്പില് ചില വ്യത്യാസങ്ങൾ വരുമ്പോ താളയിടിപ്പ് കൂടുതലാണെങ്കിലോ വളരെ കുറവാണെങ്കിലും സിൻകോപ്പ് സംഭവിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഡോക്ടർ? ഒരു തവണ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ പൊസിഷൻ മാറ്റണം. നമ്മൾ നിപ്പ് കിടക്കണം, എവിടെയാണെങ്കിലും കിടക്കണം, പ്രൊവൈഡഡ് അതൊരു സേഫ് പ്ലേസ് ആണ്. ബിക്കോസ് ആ നിൽപ്പാണ്, ആ പോസ്ചർ നമ്മൾ അസ്യൂം ചെയ്താണ് അതിന്റെ ഒരു പ്രൊവോക്കിംഗ് ഫാക്ടർ. അപ്പോ ഉടനെ ഒക്കെങ്കിൽ കസേര ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കുക, അല്ലെങ്കിൽ ബെറ്റർ ദാൻ ദാറ്റ് ഒന്ന് കിടക്കുക. പിന്നെ അബോധാവസ്ഥയാണെങ്കിൽ മറ്റേ ഓൺലുക്കേഴ്സ്, ബൈസ്റ്റാൻഡേഴ്സ് ഉടനെ ഒന്ന് CPR, നെഞ്ചിൽ കയറി ഒന്ന് കൈവച്ചിട്ട് ഒന്ന് കംപ്രസ് ചെയ്യണം. ബ്ലഡ് സപ്ലൈ പരമാവധി തലച്ചോറിലേക്ക് സ്ഥാപിക്കണം. അതാണ്. പക്ഷെ ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് 90% കേസസ് ഡേഞ്ചറസ് അല്ല. ഒരു 2 മിനിറ്റോ 1 മിനിറ്റിന്റെ ഉള്ളിൽ തിരിച്ചു ബോധം വരാം അബോധാവസ്ഥയിൽ എത്തിയാല്. പക്ഷെ സ്മോൾ മൈനോറിറ്റി, അത് നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം പ്രിവെന്റ് ചെയ്യാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് 1.5 ലിറ്റർ വെള്ളം. നമ്മൾ കണക്ക് കൂട്ടാറില്ല അതിന്റെ, ബട്ട് പലവട്ടം പലവരും ഡീഹൈഡ്രേറ്റഡ് ആണ്. പിന്നെ മരുന്നുകളുടെ കാര്യമൊന്ന് അത് പിന്നെ ഡോക്ടർ തന്നെ നോക്കി തീരുമാനിക്കേണ്ടതാണ്, എന്ത് ഗുളികയാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്.
ഡോക്ടർ, ഈ സിൻകോപ്പിയെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സിൻകോപ്പി അസുഖത്തിന് കാർഡിയോളജിസ്റ്റുകളുടെ പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ രോഗം സ്ഥിരീകരിക്കുന്നതിലും ഇതിന്റെ ചികിത്സയിലും കാർഡിയോളജിസ്റ്റുകൾ വലിയ പങ്കുണ്ടെന്ന് മനസ്സിലായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി എന്താ ഇപ്പോ ഇതൊരു ഞാൻ കാണുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ആയിട്ടാണ്. ഇതിൽ കാർഡിയോളജിസ്റ്റിനും പങ്കുണ്ട്, ENT കാരനും പങ്കുണ്ട്, ന്യൂറോളജിസ്റ്റിനും ഇമ്പോർട്ടന്റ് ഒരു പങ്കുണ്ട് ഇതില്. അപ്പോ കാർഡിയോളജിസ്റ്റിന്റെ ജോലി ആദ്യം ഹൃദയത്തിന്റെ താളയിടിപ്പ് എങ്ങനെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ഇതില് ഒരു വെറും ECG എടുത്താൽ ചിലപ്പോൾ ഒരു ക്ലൂ കിട്ടും. മറ്റേ ഇടിപ്പ് തെറ്റിയിട്ടുണ്ടോ, ഇടിപ്പ് സ്ലോ ആണോ, അത് തന്നെയായിരിക്കും കാരണം. തലച്ചോറിലേക്ക് അത്യാവശ്യം ബ്ലഡ് കയറാത്തത് അതായിരിക്കും കാരണം. പിന്നെ കാർഡിയോളജിസ്റ്റ് നോക്കണം പുള്ളിക്കാരന്റെ എക്കോ, അടുത്ത സ്റ്റെപ്പ് ആഫ്റ്റർ ECG എക്കോ ടെസ്റ്റ് തന്നെയാണ്. എക്കോയില് എന്തെങ്കിലും ഹൃദയത്തിന്റെ വാൽവുകളുടെ തകരാറുണ്ടോ, ഹൃദയം മൊത്തം എങ്ങനെയാ പമ്പ് ചെയ്യണത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഒരു കാര്യം മറന്നുപോയി, ഹിസ്റ്ററി ടേക്കിംഗ്. കാർഡിയോളജിസ്റ്റ് ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചോദിക്കണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് വെറും തലക്കറക്കല്ല, കുഴഞ്ഞു വീഴല്, ക്ഷീണം വരുന്നത്, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പ്രൈം സിംറ്റംസ് ആണ്. ഇതാണെങ്കിൽ നമ്മൾ വെറും ബാലൻസ് വെസ്റ്റിബുലർ അപ്പാരറ്റസോ ചെവിയുടെ പ്രശ്നമല്ല, നമ്മൾ സിൻകോപ്പി, കാർഡിയാക് സിൻകോപ്പ് ആകാം. നമുക്ക് ഈ രോഗം ഡയഗ്നോസ് ചെയ്യാൻ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത് ഡോക്ടർ? എനിക്ക് ആസ് എ കാർഡിയോളജിസ്റ്റ് പറയാനുള്ളത് ആദ്യം വളരെ സിമ്പിൾ ആണ്. ഒരു ECG എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്കോ ടെസ്റ്റും, ആവശ്യമുണ്ടെങ്കിൽ TMT. ബിക്കോസ് TMT ഇതിൽ നിർബന്ധമില്ല, പക്ഷെ ECGയും എക്കോയും തീർച്ചയായിട്ടും ചെയ്യണം. ബിക്കോസ് ചില കാര്യങ്ങള്, ചില രോഗങ്ങള് നമുക്ക് ഇതിൽ രണ്ടിലും കണ്ടുപിടിക്കാം. വിച്ച് മേ ബി ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും സിൻകോപ്പിയുടെ കോസ്. പിന്നെ നമുക്ക് മുന്നോട്ടൊന്നും ചെക്ക് ചെയ്യണ്ട. ഇതിലും ഒന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഹോൾട്ടർ ടെസ്റ്റ്. ഹോൾട്ടർ എന്ന് പറഞ്ഞാൽ 24 hour ECGയും ആവാം. ഒരു ചെറിയ ബെൽറ്റോ ഒരു ചെറിയ പാച്ച് വിൽ ബി അറ്റാച്ച് ടു യുവർ ചെസ്റ്റ്. അപ്പോൾ അത് 24 മണിക്കൂർ, 48 മണിക്കൂർ, ചിലപ്പോൾ ഒരാഴ്ച വരെ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് ടെലിമെട്രി മാത്രം കണ്ടുപിടിക്കാം ഏത് സമയത്താണ് ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നത്, കുറയുന്നത്, ഇടിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആ സമയത്ത് പേഷ്യന്റിനും കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സമയത്താണ് എനിക്ക് ഈ സിംറ്റംസ് വരണത്, എനിക്ക് കണ്ണിലിരുട്ട് വരുന്നത്, കുഴഞ്ഞു വീഴുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ടെസ്റ്റ് ടു ഡയഗ്നോസ് സിൻകോപ്പ്. ഡോക്ടർ, ഈ സിൻകോപ്പി എന്ന് പറയുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണോ? നമ്മൾ പേടിക്കേണ്ട സാഹചര്യം നിലവിലുണ്ടോ? 90 to 95%, 95%, 90% ഇത് പേടിക്കേണ്ടതല്ല. പക്ഷെ ചില സന്ദർഭത്തിൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏത് സന്ദർഭത്തിലാണ് കുഴഞ്ഞു വീണത്, സിൻകോപ്പി അനുഭവിച്ചെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ അടുക്കളയിൽ പണിയെടുക്കുകയാണ്, അവിടെ വീണു, ചിലപ്പോൾ അടുപ്പിന്റെ മുകളിലായിരിക്കും പോയി തല അടിക്കണത് കത്തിക്കൊണ്ടിരിക്കുമ്പോ. പിന്നെ അഫ്കോഴ്സ് അത് വളരെ ഡേഞ്ചറസ് ആണ്. പിന്നെ അസംബ്ലിയിൽ പലപ്പോഴും ചെറിയ പിള്ളേർ അസംബ്ലിയിലൊക്കെ കുഴഞ്ഞു വീഴാറുണ്ട്. ഇത് അത്രയും ഡേഞ്ചറസ് അല്ല. നമുക്ക് ഓഫ്കോഴ്സ് പിന്നീട് ഞാൻ പറയാൻ കൗണ്ടർ ഇത് സിൻകോപ്പിനെ എതിർക്കാനുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റും. പക്ഷെ മെയിൻ ഇമ്പോർട്ടൻസ് ഞാൻ പറയാനുള്ളത്, ഒരു ക്ഷീണം പിടിച്ച ഹൃദയം, ഒരു തകരാറുള്ള ഹൃദയം, പരിക്കുള്ള ഹൃദയം, അതില് ആ ഒരു മനുഷ്യനോ ആ ഒരു ലേഡിക്ക് സിൻകോപ്പ് അനുഭവിച്ച അത് വളരെ ഡേഞ്ചറസ് ആണ്. ബിക്കോസ് അതിന്റെ കാരണം ചിലപ്പോൾ ഒരു മാരകമായ ഇടിപ്പായിരിക്കും. അതുകൊണ്ടായിരിക്കും തലച്ചോറിലേക്ക് ബ്ലഡ് സപ്ലൈ ശരിയായിട്ട് എത്താത്തത്. അങ്ങനത്തെ ഒരു അത് എക്കോയില് കണ്ടുപിടിക്കാം, ECGയിലും കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഹൃദയത്തില് നമ്മൾ ഇത് വെറുതെ അത് ഇഗ്നോർ ചെയ്യൂല സിൻകോപ്പിന്റെ സിംറ്റം. ഡോക്ടർ, ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഇതിന് ആദ്യം തന്നെ നമ്മുടെ പ്രോപ്പർ ഡയഗ്നോസിസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ട്രീറ്റ്മെന്റ്. അപ്പോ ഇപ്പൊ ഒരു നോർമൽ ഹാർട്ട് ആണെങ്കിൽ, ഇപ്പൊ ഒരു ചെറുപ്പക്കാരനാണ്, ഹൃദയത്തിന്റെ പമ്പിങ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ECG നോർമലാണ്, ഈ രണ്ട് കാര്യം നോർമലാണ്, സിൻകോപ്പ് അനുഭവിച്ചു. പിന്നെ നമുക്ക് ചില ബേസിക് മെഷേഴ്സ് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞ പോലെ ലൈക്ക് ഇൻക്രീസ് ദ ഫ്ലൂയിഡ് ഇൻടേക്ക്, ഒരു മിനിമം 1.5 ലിറ്റർ വെള്ളം കുടിക്കണം, ഫ്ലൂയിഡ് എടുക്കണം. അടുത്ത കാര്യം, ഇത് നിന്ന സ്ഥിതിയിൽ ആ സിൻകോപ്പ് അനുഭവിച്ച ടൈമിന് ഉടനെ കിടക്കുക. പിന്നെ ഉടനെ കിടന്ന്
പിന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് പറയുക കാല് പൊന്തിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റിയെ നമ്മൾ കൗണ്ടർ ചെയ്യും, തിരിച്ച് ബ്ലഡ് സപ്ലൈ ചെസ്റ്റും പിന്നെ ഓഫ്കോഴ്സ് ഓട്ടോമാറ്റിക്കലി തലച്ചോറിലേക്ക് കയറും. പിന്നെ ഓഫ്കോഴ്സ് ഡോക്ടറിനോട് പറയണം എന്തൊക്കെ മരുന്ന് എടുക്കണത്. ഇത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഗുളികകൾ തന്നെ സിൻകോപ്പി കോസ് ചെയ്യാൻ കാരണമുണ്ട്. പിന്നെ പ്രായമുള്ള ആൾക്കാർ നമ്മൾ അതാണ് ഒത്തിരി മരുന്ന് കുറയ്ക്കണം. പലപ്പോഴും അവർക്ക് കിട്ടുന്ന മരുന്നിൽ തന്നെയായിരിക്കും സിൻകോപ്പി വരാനുള്ള കാരണം. പ്രായമുള്ള ആൾക്കാരോട് ബിക്കോസ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ സൂക്ഷിക്കണം. ബിക്കോസ് സിൻകോപ്പി അനുഭവിച്ച മിക്കവാറും വീണ് കാല് എല്ലൊക്കെ പൊട്ടിയിട്ടാണ് പുള്ളിക്കാരന് ഹോസ്പിറ്റലിൽ എത്തണം. ദാറ്റ്സ് എ വെരി സാഡ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഈ ഒരു സാഹചര്യം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? നമുക്ക് ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കേണ്ടതുണ്ടോ? അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോ ക്ഷീണമുള്ള ഹൃദയത്തിൽ നമ്മൾ ചിലപ്പോ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ താളയിടിപ്പ് കുറവാണ്, താളയിടിപ്പ് കൂടി, അതിൽ ഇലക്ട്രോഫിസിയോളജിസ്റ്റ് സഹായം വേണ്ടി വരും, പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടിയ ഇടിപ്പ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വച്ചിട്ട് കഴിച്ചു കളയേണ്ടി വരും. പക്ഷെ ഒരു സാധാരണക്കാരന്റെ ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ സിൻകോപ്പ് അനുഭവിച്ചാല് ചില കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ അസസ് ചെയ്യണം, അദ്ദേഹം പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണ്ടോ, ഫ്ലൂയിഡ് കുടിക്കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു മിനിമം ഈ ഡീഹൈഡ്രേഷൻ വന്നാൽ ഇതൊക്കെ സംഭവിക്കാം. പിന്നെ പുള്ളിയുടെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്. ചിലപ്പോൾ ഈ അത്ലീറ്റ്സിന്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് അത്യാവശ്യം പ്രീ അത്ലറ്റിക് കണ്ടീഷനിങ് വളരെ പുവറാണ്, വെള്ളം കുടിക്കത്തില്ല. അപ്പൊ അവരൊക്കെ പെട്ടെന്ന് ഒരു അധ്വാനത്തിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവര് സിൻകോപ്പ് അനുഭവിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന് ചില ആൻസൈറ്റി ഞാൻ അത് കാണാറുണ്ട്, പക്ഷെ അത് അത്രത്തോളം ഡോക്യുമെന്റഡ് അല്ല. ആൻസൈറ്റി, സ്ലീപ്പ് കുറയുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നേരെയാക്കിയാല് സിൻകോപ്പ് ഈ ഒരു ഹെൽത്തി നോർമൽ സ്ട്രക്ചറലി നോർമൽ ഹാർട്ട് ഉള്ള ഇൻഡിവിജ്വലിന് ഒതുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു. നന്ദി. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.